കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചിന്താവിഷയവുമായി ഇന്ന് നമുക്ക് ഒത്തുകൂടാം. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. ആശ്രയിക്കാതെ ജീവിക്കണം. കാരണം ഒരു നാൾ ചില കണക്ക് പറച്ചിലുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മൾ തനിച്ചാണ് എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളോട് സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ അവരോട് പറയണം, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും നമുക്ക് സ്വന്തമാണെന്ന്. അവസ്ഥ മോശമായാലോ നമ്മുടെ കൂടെ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല, കൂട്ടുകാരുമില്ല എന്നതല്ലേ സത്യം. അപ്പോ സാഹചര്യത്തിന് അനുസരിച്ച് കൂടെ നിൽക്കുന്നവരാണ് എല്ലാവരും. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി, ജീവിതത്തിൽ തോറ്റുപോകില്ല. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നുണ്ടോ? അതാണ് നാം എപ്പോഴും തിരിച്ചറിയേണ്ടത്. ഇന്നലെ വരെയുള്ള പാതകളിൽ നിങ്ങൾ സഞ്ചരിച്ചപ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും പലരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെല്ലാവരും പ്രിയപ്പെട്ടവരുമായിരുന്നു. നിങ്ങളോടൊപ്പം അവർ നിന്നുവെങ്കിലേ നിങ്ങളെ കൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സറിയാതെ, നിങ്ങളെ പോലും തിരിച്ചറിയാതെ, നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി നിങ്ങൾക്ക് ചുറ്റും നിന്നവര് കടന്നു പോകുന്ന ജീവിത വഴിത്താരകളും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് ബന്ധവും സ്വന്തവും എന്ന് പറയുന്നത് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിറവേറ്റിയെടുക്കുന്നതിനുള്ള ആ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനൊപ്പം ഈ ബന്ധവും സ്വന്തവും എല്ലാം പിരിഞ്ഞു മാറിപ്പോകുന്നതും. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ജീവിത വഴിത്താരയില് നാം ഒറ്റക്കാണ്. സ്നേഹം എന്നത് പങ്കുവയ്ക്കലോ പകുത്തു കൊടുക്കലോ, മറിച്ച് സ്നേഹം എന്നത് അഭിനയം മാത്രമായിരിക്കും. സ്വന്തം വഴികളിൽ എന്താണോ നേടണമെന്ന് ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുന്നതിനുള്ള വഴി മാത്രമായിട്ട്, ഉപകരണങ്ങൾ മാത്രമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വഴിയിൽ ചിലർ ഒത്തുകൂടുമായിരിക്കാം. അതുകൊണ്ട് നമ്മളോട് കൂടുന്നവർ അറിയണം, നാം എല്ലാവരും സ്വന്തക്കാരാണ്. എപ്പോഴും അവസ്ഥ നന്നായിരിക്കുമ്പോൾ മാത്രമായിരിക്കും നാം സ്വന്തമാകുന്നത്. അത് അല്ല എങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കൾ തന്നെ നിങ്ങളുടെ അരികിലെ നിങ്ങളെ മോശമായിട്ട് പഴിചാരുന്ന, ഏറ്റവും ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങൾ വേണ്ടാതീനം കേൾക്കേണ്ട പല അവസരങ്ങളും നിങ്ങളുടെ ഇടയിൽ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു എഗെയിൻ.